കള്ളന്മാരും കൊള്ളക്കാരും കട്ടുപിടിച്ചു നടത്തുന്നേ നമുക്ക് കേരളം കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഒരു ബോംബ് ഇട്ട പ്രതീതിയോടെയാണ് നിൽക്കുന്നത്. നമുക്കറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയിരുന്ന സഖാവ് PV അൻവർ കേരളത്തിൽ നടത്തിയിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ADGPക്കും എതിരെ കൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഇന്ന് യാഥാർത്ഥ്യത്തോടുകൂടി അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA തന്നെ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത ആളുകളടക്കം ഈ റാക്കറ്റുകൾക്കെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആണെന്ന് ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA തന്നെയാണ്. ഈ ADGPയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്ന് മുന്നണിയിലെ രണ്ടാം കക്ഷിയെന്ന് അവകാശപ്പെടുന്ന CPIയുടെ നേതാക്കന്മാരും CPIയുടെ സംസ്ഥാന കൗൺസിലും ക്യാബിനറ്റിൽ CPIയുടെ മന്ത്രിമാരും അടക്കം ആവശ്യപ്പെട്ടിട്ടും പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്റെ മരുമകന്റെ നിർദ്ദേശം, തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ നിർദ്ദേശം അനുസരിച്ച് ADGPയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റുന്നില്ല എന്ന് മാത്രമല്ല, ADGPയെ സംരക്ഷിക്കുന്നതിനടക്കമുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളുടെ സ്വത്തിനും ജീവനും എന്താണ് സംരക്ഷണം കിട്ടുക? നാളെ കേരളത്തിൽ നടക്കാൻ പോകുന്ന എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടുപിടിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന ഒരു ADGP കേരളം ഭരിക്കുന്നു. DGP ആയിരിക്കുന്ന ആളിനെ പോലും നോക്കുകുത്തിയായിക്കൊണ്ട് P ശശി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ADGPയും മരുമകൻ റിയാസും കൂടി നടത്തുന്ന കൂട്ടുകച്ചവടമാണ് ഇന്ന് കേരളത്തിന്റെ ഭരണം എന്ന് പറയുന്നത്. കേരളത്തിൽ ആ കൂട്ടുകച്ചവടത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കാലങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഭരണത്തിന്റെ കെടുകാര്യസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരായ കർഷകത്തൊഴിലാളികളടക്കം കേരളത്തിലെ പാരമ്പര്യ തൊഴിലാളി മേഖലയിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യയുടെ പ്രവർത്തകന്മാരല്ല, ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് കാലാകാലങ്ങളിലായി വോട്ട് ചെയ്ത ആളുകളെ പോലും വഞ്ചിച്ചുകൊണ്ട് അവരെയൊക്കെ വിഡ്ഢികളുടെ സ്വർഗത്തിലേക്ക് മാറ്റിക്കൊണ്ട് ഇന്ന് പിണറായിയും മരുമകനും P ശശിയും അജിത് കുമാറും കൂടി ചേരുന്ന ഒരു മാഫിയ സംഘമാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, 57-ലെ EMS ഗവൺമെന്റിനെ ജവഹർലാൽ നെഹ്റു പിരിച്ചുവിടുവാൻ തീരുമാനിച്ചപ്പോൾ, കേന്ദ്ര ഗവൺമെന്റ് പിരിച്ചുവിടുവാൻ തീരുമാനിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഇന്ദിരാഗാന്ധിയുടെ ആവശ്യമനുസരിച്ചാണ് നെഹ്റു അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മകൾക്ക് വേണ്ടി കേരളത്തെ വിൽക്കരുത്, കേരളത്തെ നശിപ്പിക്കരുത്, മകൾക്ക് വേണ്ടി ഭരിക്കുന്ന പ്രധാനമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഇടതുപക്ഷ നേതാക്കന്മാർ സമരം നടത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ പ്രവർത്തകന്മാർക്ക് വീണ്ടും അതേ മുദ്രാവാക്യം ഉയർത്തേണ്ട സാഹചര്യമാണ് നിൽക്കുന്നത്. മകൾക്ക് വേണ്ടി കേരളത്തെ വിറ്റുതുലയ്ക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, തങ്ങളുടെ പാർട്ടിയുടെ തന്നെ നേതാവ് എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നും മകൾക്ക് വേണ്ടി കേരളത്തെ വിറ്റുതുലച്ചുകൊണ്ടിരിക്കുന്നു. കേരള സംസ്ഥാനത്തെ വ്യാപകമായി അഴിമതിയിൽ മുക്കിയിരിക്കുന്നു. നമുക്കറിയാം, സാമൂഹിക സുരക്ഷാ പെൻഷൻ അടക്കം, നിരവധി പെൻഷൻ അടക്കം, ക്ഷേമനിധി പെൻഷനുകളടക്കം എല്ലാ പെൻഷനുകളും 7, 8, 9 മാസങ്ങളായി കുടിശ്ശിക വരുത്തിയിരിക്കുകയാണ്. എന്നാൽ പിണറായി വിജയനും മകളും മരുമകനും ചേർന്ന് നടത്തുന്ന കൂട്ടുകമ്പനിക്ക് ഇതൊന്നും ബാധകമല്ല. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ഇന്ന് നമ്മൾ ഈ സ്ഥിരം നടത്തുന്നത് സപ്ലൈകോ ഓഫീസിന് മുമ്പിലാണ്. ഈ സപ്ലൈകോ ഓഫീസിന്റെ ബോർഡ് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും എത്ര സാധനങ്ങൾ ഇവിടെ ഇന്ന് സബ്സിഡിയുള്ള എത്ര ഐറ്റം ഇന്ന് അവിടെ ഉണ്ട് എന്ന് പരിശോധിച്ചാൽ. ഞാൻ ഇതിനു മുമ്പ് കയറി പരിശോധിച്ചപ്പോൾ 2 ഐറ്റങ്ങൾക്കാണ്, ഒരു അരിക്കും ഒരു വൻപയറുമാണ് ഇന്ന് ഇവിടെ കാണുവാൻ കഴിഞ്ഞിരിക്കുന്നത്. ബാക്കി ഒരു സാധനങ്ങളും ഇന്ന് അവിടെ ഇല്ല, സ്റ്റോക്ക് ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ സ്റ്റോക്ക് ഇല്ല എന്ന് ബോർഡിൽ പ്രദർശിപ്പിച്ചാൽ ആ ഉദ്യോഗസ്ഥൻ സസ്പെൻഷനിലേക്ക് പോകും. അത്തരത്തിൽ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ദൈനംദിന ജീവിതം നടത്തുന്നതിന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, നിത്യവൃത്തിക്ക് മാർഗമില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തെ ഒരു കൂട്ടുകമ്പനിയാക്കി മാറ്റിക്കൊണ്ട് പിണറായി വിജയനും അജിത് കുമാറും P ശശിയും മുഹമ്മദ് റിയാസും കൂടി ചേരുന്ന ഒരു കോക്കസ്, ആ കോക്കസ് നടത്തുന്ന അഴിമതി, ആ കോക്കസിന്റെ നിയന്ത്രണത്തിലുള്ള ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെതിരെ PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ 3 വർഷങ്ങൾക്ക് മുമ്പ്
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും RSPയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഷിബു ബേബി ജോണും RSPയുടെ അനിഷേധ്യനായ നേതാവ് സഖാവ് NK പ്രേമചന്ദ്രൻ MP അടക്കമുള്ള നേതാക്കന്മാർ, കേരളത്തിലെ ഐക്യജനാധിപത്യമുള്ള സമാരാധ്യന്മാരായ നേതാക്കന്മാർ ഉന്നയിച്ച 3 വർഷങ്ങൾക്ക് മുമ്പ് ഉന്നയിച്ച ആക്ഷേപങ്ങളാണ് ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമുള്ള MLA ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ആക്ഷേപങ്ങൾക്ക് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും അത് അന്വേഷിക്കുന്നതിന് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPയെ തൽസ്ഥാനത്തു നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ സ്ഥാനം രാജിവെച്ച് മാറി നിന്നുകൊണ്ട് ഈ അന്വേഷണങ്ങൾ നേരിടുവാൻ ഇടതുപക്ഷ ജനാധിപത്യം തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. പാർട്ടിയുടെ വനിതാ സഖാക്കന്മാർ, ആ വനിതാ സഖാക്കന്മാർ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ പേരിൽ, ലൈംഗിക ആക്ഷേപങ്ങൾ ഉന്നയിച്ചതിന്റെ പേരിൽ തൽസ്ഥാനത്തു നിന്ന് മാറ്റി നിർത്തപ്പെട്ട പി ശശിയെ പിണറായി വിജയനിലൂടെ കുതിച്ചുയർന്ന് പിന്നെയും തിരിച്ചു വന്ന അധികാര കേന്ദ്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് പിണറായിയെ പോലും നിയന്ത്രിക്കുന്ന നിലയിൽ പി ശശിയും മുഹമ്മദ് റിയാസും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ മുഹമ്മദ് റിയാസ് ആണോ, പിണറായി വിജയനാണോ, പി ശശിയാണോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണ് നിൽക്കുന്നത്. പിണറായി വിജയനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുഹമ്മദ് റിയാസും പി ശശിയും അജിത് കുമാറും കൂടി നടത്തുന്ന ഈ കൂത്തുനാടകം, ആ നാടകം അവസാനിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അധികാരത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, രാജിവെച്ചു മാറി നിന്നുകൊണ്ട് ADGP തൽസ്ഥാനത്തു നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഈ വിഷയങ്ങളെല്ലാം അന്വേഷിച്ച് കേരളത്തിൽ നീതിയുക്തമായ ഒരു ഭരണം നടത്തുന്നതിന് തയ്യാറാകണമെന്നാണ് RSP എന്ന പ്രസ്ഥാനത്തിന് പറയുവാനുള്ളത്. RSPയുടെ കോട്ടയം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ നടത്തിയിരിക്കുന്ന ഈ ധർണാ സമരം ഔപചാരികമായി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന പേരിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നടത്തുന്നു. നിങ്ങൾക്ക് വിപ്ലവ അഭിവാദ്യങ്ങൾ.